ഹായ് ഹലോ അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ഉണ്ട്. കുക്കിംഗ് വലിയ കാര്യമായിട്ടൊന്നുമില്ല. നമ്മുടെ ഓട്സ് ഉണ്ടല്ലോ, ഓട്സ് വെച്ചിട്ട് ഞാൻ പുട്ടുണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ എടുത്തിരിക്കുന്നത് റോൾഡ് ഓട്സ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരുവിധം തവിടോട് കൂടി അരി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ഹോൾ ഗ്രെയിൻസ് ഒക്കെ നമ്മൾ കൂടുതലായിട്ട് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യണം. നമ്മൾ കുക്ക് ചെയ്യുമ്പോഴൊക്കെ കുറച്ചും കൂടി തവിടോട് കൂടിയുള്ള ഐറ്റംസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നല്ലതാണ്. പോളിഷ്ഡ് ഐറ്റംസ് അധികം എടുക്കാതിരിക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ സെലക്ട് ചെയ്ത ഓട്സ് നമ്മുടെ റോൾഡ് ഓട്സ് ആണ് കേട്ടോ. ഇതിൽ കുറച്ച് ബ്രാൻഡ് കണ്ടൻറ്റ് കൂടിയുണ്ട്. നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഓട്സ് ഒക്കെ വരുമ്പോൾ കുറച്ചും കൂടി പോളിഷ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ റോൾഡ് ഓട്സ്. കുറച്ച് കട്ടിയായിരിക്കും, നമുക്ക് പെട്ടെന്ന് വേവിച്ച് കിട്ടത്തില്ല. അങ്ങനെ മറ്റേ ഓട്സ് ആണെങ്കിൽ നമുക്ക് അങ്ങ് ചൂടുവെള്ളത്തിലിട്ടാൽ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. പക്ഷേ ഇതുപോലെയാണ് കേട്ടോ റോൾഡ് ഓട്സ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് വാങ്ങുവാണെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പുട്ടാണ് കേട്ടോ. അപ്പോൾ പുട്ട് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് തന്നെ ഇത് നല്ല കട്ടിയാണല്ലോ, നമുക്കിതിനെ അങ്ങ് പൊടിച്ചെടുക്കാം. ചെറിയ തരിയായി കിട്ടാനായിട്ട് നമുക്ക് ഈ ഓട്സിനെ അങ്ങ് പൊടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് നമ്മൾ പുട്ടിനൊക്കെ നനയ്ക്കുന്ന പോലെ തന്നെ നമുക്കിങ്ങനെ നനച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് നനച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ പൊടിയൊക്കെ നല്ലോണം പൊടിഞ്ഞ് പോകണമെന്നൊന്നുമില്ല. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായി അങ്ങ് പൊടിച്ചെടുക്കുക. അപ്പോൾ അത് നന്നായി ഒന്ന് പൊടിഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓട്സ് വാങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും ഒരുവിധം ഇങ്ങനെ പുട്ടുണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി നോർമൽ ഏതിലാണ് പുട്ട്, കുറ്റിയിലാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചിരട്ടപ്പുട്ട് മോഡലിലാണെങ്കിൽ അങ്ങനെ പുട്ടുണ്ടാക്കാം. എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റ് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുട്ടുപൊടിയൊക്കെ നന്നായി ഇപ്പോൾ നനച്ചൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളമൊഴിച്ച് എടുക്കുമായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ ഓട്സിൻ്റെ പൊടി അങ്ങനെ ചേർത്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ മേലെയും കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ കുക്കറിൻ്റെ മേലെ ഞാൻ ഇങ്ങനെയാണ് നോർമലി പുട്ട് ഉണ്ടാക്കാറ്. അപ്പോൾ അത് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് നമുക്ക് ഹെൽത്തിയാണ്. പിന്നെ അധികം കാലറി റിച്ചും അല്ല. അപ്പോൾ എല്ലാ ദിവസവും അരിപ്പുട്ടൊക്കെ കഴിക്കുന്നതിനനുസരിച്ച് നമുക്കിങ്ങനെ മാറ്റി കൊടുക്കാമല്ലോ. ഓട്സ് പുട്ടോ അല്ലെങ്കിൽ നമ്മുടെ റാഗി പുട്ടോ, അതൊക്കെ നമുക്ക് പെട്ടെന്നാണെങ്കിലും ഉണ്ടാക്കാനും പറ്റും. ജസ്റ്റ് ഒന്ന് ഓട്സ് ക്രഷ് ചെയ്യണം, അത്രയേ ഉള്ളൂ റോൾഡ് ഓട്സ് മേടിക്കുമ്പോൾ. എന്നിട്ട് നമുക്ക് കുക്കറിൻ്റെ മേലെ വെച്ച് ആവി വന്ന് നമ്മുടെ പുട്ട് റെഡിയാവും. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഓട്സിൻ്റെ പുട്ടിനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ ഓട്സ് പുട്ട് നല്ല അടിപൊളി സ്റ്റൈലിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിപ്പോൾ പഴത്തിൻ്റെ കൂടെയോ അതല്ലെങ്കിൽ കടലാപ്പയർ അങ്ങനെ പയറുവർഗ്ഗങ്ങൾ കൂട്ടിയൊക്കെ കഴിക്കാം. ഓട്സ് പുട്ടിന് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഓട്സിന്. അപ്പോൾ നമ്മളധികം ഓയിലി ഒന്നുമല്ല, കുറച്ച് കോക്കനട്ടാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുപോലെ ഷുഗർ കുറയ്ക്കാനും വെയിറ്റ് കുറയ്ക്കാനും ബ്ലഡ് പ്രഷർ മാനേജ്മെൻറ്റിനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സീരിയലാണ് കേട്ടോ. പിന്നെ പോർഷൻ കൺട്രോൾ, അതാണ് മെയിൻ കീ. അപ്പോൾ വെയിറ്റ് കുറയ്ക്കാനൊക്കെ ആണെങ്കിലും നമ്മൾ പോർഷൻ കൺട്രോൾ ചെയ്തിട്ട് കഴിക്കണം, അത് ഏത് ഫുഡാണെങ്കിലും. അപ്പോൾ ഇന്നത്തെ ഹെൽത്തി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം കേട്ടോ. പിന്നെ നമ്മൾ പുട്ടൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, പഴം കൂട്ടി മാത്രം കഴിക്കരുത് കേട്ടോ. ഒരു ധാന്യങ്ങളും ഒരു പയറുവർഗ്ഗവും അങ്ങനെ എടുക്കണേ. എപ്പോഴാണ് നമുക്കതിൻ്റെ അമിനോ ആസിഡ്സ് എല്ലാം കറക്റ്റ് എമൗണ്ടിൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയും കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൂടിയൊക്കെ ശ്രദ്ധിച്ചിട്ട് എല്ലാവരും ഹെൽത്തി ആയിട്ട് കഴിക്കൂ. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണണം കേട്ടോ. ഹെൽത്ത് ടിപ്സിനായിട്ടും ബാംഗ്ലൂർ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. ശരി, ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നല്ല പുട്ടുണ്ടാക്കൽ നടക്കില്ല. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാമല്ലേ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ.